സ്വർണ്ണ കവർച്ച കേസിൽ നടൻ ജയറാം ഇഡിക്ക് മുന്നിൽ ഹാജരായി. പറയാനുള്ളത് ഇഡിയോട് പറയുമെന്നും അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും ജയറാം പറഞ്ഞു. അതിനിടെ ഇടനിലക്കാരൻ കൽപേഷും ഇഡിക്ക് മുന്നിൽ ഹാജരായി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ജയറാം ഒടുവിൽ എത്തിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാകും ജയറാമിൽ നിന്നും ചോദിച്ചറിയുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്? അച്യുതി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും ചോദിച്ചറിയുന്ന കാര്യങ്ങളെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകളാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടൻ ജയറാമുമായി നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരേണ്ടത്. കാരണം നേരത്തെ SITയുടെ ചോദ്യം ചെയ്യലിലടക്കം ജയറാം നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് തങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന കാര്യമാണ്. ആ ഒരു സൗഹൃദം മാത്രമാണ്. ആ സൗഹൃദത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടാണ് തൻ്റെ വീട്ടിലടക്കം സ്വർണ്ണപ്പാളികൾ എത്തിച്ചതും അവിടെ പൂജ നടത്തിയതും അതിനൊരു പ്രതിഫലം പോലും താൻ നൽകിയില്ല എന്നെല്ലാമായിരുന്നു ജയറാം ആവർത്തിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടതും ജയറാം എൻ്റെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ഹാജരായ ഘട്ടത്തിൽ ചില വിവരങ്ങൾ നടൻ ജയറാം വ്യക്തമാക്കുകയും ചെയ്തു. കുറ്റക്കാർ നിയമത്തിന് മുന്നിൽ, അയ്യന്റെ സ്വർണം കെട്ടവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നിയമത്തിന് മുന്നിൽ വരണം. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരണം. അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരോട് പറയാൻ താൻ തയ്യാറാണ്. ശബരിമല മലയാളികൾക്ക് ഒരു പ്രത്യേക വികാരമാണ്. ശബരിമല ഓരോ ഭാരതീയനും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പുണ്യസ്ഥലമായി കരുതുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അവർ നിയമത്തിന് മുന്നിൽ വരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ മൊഴിയായി പറയാൻ തയ്യാറാണ്. അക്കാര്യങ്ങൾ വ്യക്തമാക്കാൻ തന്നെയാണ് ഇവിടെ വന്നത്. അന്വേഷണവുമായി സഹകരിക്കും എന്ന ഒരു നിലപാട് തന്നെയാണ് തൻ്റേതെന്ന കാര്യമാണ് ജയറാം വ്യക്തമാക്കുന്നത്. വർഷങ്ങളായി ക്ഷേത്രങ്ങളിലെ പല ക്ഷേത്രങ്ങളിലെയും ചടങ്ങുകൾക്ക് തന്നെ ക്ഷണിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചടങ്ങുകളിലെല്ലാം തന്നെ താൻ പോകാറുമുണ്ട്. കള്ളത്തരങ്ങൾ നടന്നോ എന്നറിയാൻ ഇവിടെ കോടതിയുണ്ട്, ഒരു അന്വേഷണ സംഘമുണ്ട്. അതുകൊണ്ട് ആ കോടതിയും അന്വേഷണ സംഘവും എല്ലാം വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരും. ആ വസ്തുതകൾ എന്താണ് എന്നറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, ഓരോ ഭാരതീയനും കാത്തിരിക്കുന്നത്. കുടുങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുടുങ്ങട്ടെ എന്ന് കൂടിയാണ് ജയറാം വ്യക്തമാക്കിയിരിക്കുന്നത്. 50 വർഷമായി ശബരിമലയ്ക്ക് പോകുന്ന ഭക്തനാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് നടൻ ജയറാം. അതുകൊണ്ട് തന്നെ ജയറാം ഏത് തരത്തിലുള്ള മൊഴിയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ നൽകുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം SITക്ക് നൽകിയ മൊഴി അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടില്ല. എന്നാൽ വർഷങ്ങളായ സൗഹൃദമുണ്ട്. ഈ സൗഹൃദം തന്നെയാണ് അന്വേഷണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ സംശയത്തിലാക്കുന്നത്. ഏതു തരത്തിലുള്ള ബന്ധമാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട മുഖ്യ കണ്ണിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നടൻ ജയറാമുമായി ഉള്ളത്? ഏത് സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലേത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ആ സ്വർണ്ണപ്പാളികളുടെ ഭാഗങ്ങൾ ജയറാമിൻ്റെ വീട്ടിലെത്തിച്ചതും അവിടെ പൂജ നടത്തിയതും പുറത്തു നടന്ന പരിപാടിയിലടക്കം ജയറാം എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചപ്പോൾ പങ്കെടുത്തു, ആ ചടങ്ങുകളുടെ ഭാഗമായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് വ്യക്തമാകണം. അതെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. അശ്വതി.